കഴിഞ്ഞ ഒരാഴ്ചയായി പച്ചക്കറിയുടെ വിലയിൽ വൻ കുതിപ്പായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ അതിന് നേരിയൊരു ആശ്വാസമുണ്ടായിരിക്കുകയാണ്. പച്ചക്കറിയുടെ വില കുറവ് വന്നിരിക്കുന്നു. നമുക്ക് നോക്കാം ഇന്നത്തെ വിപണി വില. സാധാരണക്കാർ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന മാർക്കറ്റാണ് തിരുവനന്തപുരത്തെ ചാല മാർക്കറ്റ്. ഇവിടുത്തെ വില വിവരങ്ങൾ എന്തൊക്കെയെന്ന് അറിയാം. സാധാരണക്കാരൻ്റെ കുടുംബജീവിതത്തിൻ്റെ താളം തെറ്റിക്കുന്ന ഒന്നാണ് ഇടയ്ക്കിടെ ഉണ്ടാകുന്ന വിപണിയിലെ വിലക്കയറ്റം. കഴിഞ്ഞ ഒരാഴ്ചയായി തുടരുന്ന പച്ചക്കറികളുടെ വിലയ്ക്ക് ഒരൽപ്പം ആശ്വാസം പകരുന്നതാണ് ഇന്നത്തെ വില. നിത്യവും ഉപയോഗിക്കുന്ന വീട്ടുസാധനങ്ങളിലെ തക്കാളി, മുരിങ്ങയ്ക്ക, വഴുതനങ്ങ തുടങ്ങിയ പച്ചക്കറികൾക്ക് നേരിയ വിലക്കുറവുണ്ടായി. കിലോഗ്രാമിൽ 100 രൂപയിൽ മുകളിലായിരുന്നു ഇത്തരം പച്ചക്കറികളുടെ കഴിഞ്ഞ ആഴ്ചത്തെ വില. സാധാരണക്കാരന് താങ്ങാവുന്നതിലധികം വില പച്ചക്കറികൾക്ക് കൂടിയതോടെ സ്ഥിരമായി വാങ്ങുന്ന പല പച്ചക്കറികളും അവർ ഒഴിവാക്കി. 100 രൂപയിലധികമോ 100-നോടടുത്തോ ആയിരുന്നു കഴിഞ്ഞ ഒരാഴ്ചത്തെ പച്ചക്കറികളുടെ വില. വില കൂടിയതോടെ ഇടത്തരം കുടുംബങ്ങൾ ബുദ്ധിമുട്ടിലായിരുന്നു. എന്നാൽ കഴിഞ്ഞ ഒരാഴ്ചത്തെ കഷ്ടപ്പാടിനൊടുവിൽ പച്ചക്കറികളുടെ വിലയിൽ കുറവ് സംഭവിച്ചു. കഴിഞ്ഞ ആഴ്ച ഭയങ്കര വിലയായിരുന്നു സാധനങ്ങൾക്ക്. ബിരിയാണിയൊക്കെ 200 രൂപ മുകളിൽ പോയിരുന്നു. ഇന്നത്തെ വിലയിൽ 110 രൂപ മാർക്കറ്റുള്ളൂ. വില കുറഞ്ഞിട്ടുണ്ട് സാർ. പടവനയൊക്കെ 50 രൂപയായിരുന്നു, ഇപ്പോൾ 30 രൂപയേ ഉള്ളൂ മാർക്കറ്റ്. അതുപോലെ കത്തിരിക്ക 45 രൂപയേ ഉള്ളൂ മാർക്കറ്റ്. അമ്മ, ഇപ്പോൾ പച്ചക്കറി വിലയൊക്കെ എങ്ങനെയുണ്ട്? നേരത്തേനേക്കാളും കുറവുണ്ടോ? കുറവുണ്ട്. എന്തൊക്കെയാണ് വാങ്ങിയത്? വെണ്ടയ്ക്ക, പയറല്ല, മുളക്, പച്ചമുളക്. എങ്ങനെയുണ്ട് വില? വില അന്നത്തേന്നും പകുതി വിലയായി. കുറവുണ്ട്. വില കൂടുതലായിരുന്നു. മഴ ശക്തമായി തുടർന്നതുമൂലം ഇതര സംസ്ഥാനങ്ങളിൽ നിന്നെത്തുന്ന പച്ചക്കറികളുടെ വരവ് കുറഞ്ഞതോടെ സംസ്ഥാനത്ത് പച്ചക്കറികൾക്ക് തീ പിടിച്ച വിലയായിരുന്നു. നിത്യം ഉപയോഗിക്കുന്ന പച്ചക്കറികളുടെ വിലയിലാണ് വർധനവുണ്ടായത്. അത് അവിടുത്തെ ഈ മഴയും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ബുദ്ധിമുട്ടും അങ്ങനെ സംവിധാനം അവരെ ഇതിലൊക്കെ വെള്ളം കയറും, അവരെ കൃഷിയിലൊക്കെ വെള്ളം കയറുമ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാകും, സാധനങ്ങൾ വരാതാവും, അങ്ങനെയൊക്കെ ചെറിയ ബുദ്ധിമുട്ടുകളുണ്ടാവും. അതുകൊണ്ട് അവർ ആ റേഞ്ചിനൊക്കെ വിൽക്കുള്ളൂ അവർ. അല്ല, അവിടെ സാധനം ചിലപ്പോൾ കിട്ടാതിരിക്കും. പിന്നെ നമ്മൾ 100 സാധനം പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ 50 സാധനം വരത്തുള്ളൂ. പിന്നെ അങ്ങനെ അവർ വില കൂടും ആ സാധനത്തിന്. അത് 100 പറഞ്ഞ് 100 150 വന്നു കഴിഞ്ഞാൽ അതിന് വില കുറയും. മൊത്ത കച്ചവടക്കാരിൽ നിന്ന് ചില്ലറ വിൽപ്പനയിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന വ്യത്യാസം ഇപ്പോഴും നേരിയ വിലവർധനയിലൂടെ പ്രകടമാണ്. അപ്രതീക്ഷിതമായ വിലവർധനവിനെ തുടർന്ന് പല കടകളിലും പല രീതിയിലാണ് വിൽപ്പന. ഇവിടെ ഓരോ കച്ചവടക്കാരും ഓരോ രീതിയിലാണ് കച്ചവടം ചെയ്യുന്നത്. ചിലയിടത്ത് കച്ചവട വില കുറവുണ്ട്, ചിലയിടത്ത് വില കൂടുതലുണ്ട്. ഇത് സ്വന്തം ഇഷ്ടത്തിന് അവർ ചെയ്യുന്നതാണ്. ചിലർ ആൾക്കാർ സാധനം നേരത്തെ എടുത്ത് സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ട് അവർ അല്ലാതെ കച്ചവടം ചെയ്യുന്നതാണ്. അവരവരുടെ ഇഷ്ടത്തിനങ്ങ് വില നിശ്ചയിക്കുകയാണ്. ജനങ്ങൾ എന്തുവേണം, എങ്ങനെ വേണം ചെയ്തോ, എങ്ങനെ വേണം കൊണ്ടുപോട്ടെന്നാണ് പറയുന്നത്. ഒരുപാട് ബുദ്ധിമുട്ടാണ്. ആൾക്കാർ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഒരുപാട് ബുദ്ധിമുട്ടാകും. മലക്കറിയും ഇല്ലാതെ മലക്കറിയും സാധനങ്ങളെല്ലാം ആൾക്കാർ കഴിക്കാൻ പറ്റില്ലല്ലോ. നമ്മൾ ഹോൾസെയിൽ വിലയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്നത് ഹോൾസെയിൽ 35 രൂപ, കുറച്ച് വലുതാണെങ്കിൽ 38 രൂപ കൊടുക്കും. അത് റീറ്റെയിലായിട്ട് അവർ വിൽക്കുമ്പം അതവർ 40 രൂപ, 45 രൂപ ഇങ്ങനെ പല റേഞ്ചിൽ വിൽക്കുന്നുണ്ട്. അത് 10 കട ഉണ്ടെങ്കിൽ 10 റേറ്റാണ്. 10 മേഖലയിൽ കൊടുക്കുമ്പോൾ 10 റേറ്റായിട്ട് അവർ വിൽക്കും. എല്ലാവരും ഒരേ മേഖലയിൽ ഒരേ റേറ്റായിട്ട് വിൽക്കത്തില്ല. ഇപ്പോൾ ഒരു കസ്റ്റമേഴ്സ് വന്ന് ഒരു കടയിൽ വില കേട്ട് കഴിഞ്ഞിട്ട് ആ കടയിൽ വില കൂടുതലാണെങ്കിൽ അടുത്ത കടയിലോട്ട് പോയി അവർ വാങ്ങിക്കും. അവിടെ നോക്കും എന്ത് വിലയാണെങ്കിൽ. ഇവിടെ 39 ആണെങ്കിൽ അവിടെ 40 ആയിരിക്കും. അപ്പോൾ അതുമായിട്ട് വാങ്ങിക്കുന്ന ഒരു കടയാണെന്നുണ്ടെങ്കിൽ അവരവിടെ നിന്ന് വാങ്ങിക്കോളും. പിന്നെ അവർ ഇഷ്ടമുള്ള വില അങ്ങ് ഇട്ട് കൊടുക്കും. അതാണ് ഇവിടെ നടക്കുന്നത്. ഹോൾസെയിലാകുമ്പോൾ ഒരൊറ്റ റേറ്റിന് കൊടുക്കും. അത് പിന്നെ അവർ റീറ്റെയിലുകാർ ഹോൾസെയിൽ കടയിൽ നിന്ന് വാങ്ങിക്കാറില്ല. അത് റീറ്റെയിൽ കടയിൽ നിന്ന് വാങ്ങിക്കുള്ളൂ. അപ്പോൾ അവർക്ക് അത് വാങ്ങിക്കുമ്പോൾ അവർക്ക് വില കൂടുതലായിട്ട് അവർക്ക് തോന്നുള്ളൂ. അത് പല പച്ചക്കറികൾക്കും ഇപ്പോൾ നേർപകുതി വിലയായി കുറഞ്ഞത് സാധാരണക്കാർക്ക് ഒരാശ്വാസമാണ്. ഇന്നത്തെ വില നിലവാരം വന്നിട്ട് മലക്കറി വില കുറവാണ്. അതായത് മിരിയയ്ക്ക് 200 രൂപ വിട്ട് മിരിയയ്ക്ക് വന്നിട്ട് 110 രൂപ ഉള്ളൂ. വെണ്ടയ്ക്ക 40 രൂപ 50 രൂപ വെണ്ടയ്ക്കാണ്. ഇപ്പം 35 രൂപ മാർക്കറ്റുള്ളൂ. വില കുറവുള്ളൂ. സാധനത്തിന് വളരെ വില കുറവാണ്. അതുകൊണ്ട് ചാലയിൽ വലിയ വിലയൊന്നുമില്ല. തക്കാളിക്ക് 80 രൂപ 90 രൂപ തക്കാളി ഇപ്പം 50 രൂപയായി മാർക്കറ്റിൽ. ചാല മാർക്കറ്റിൽ 50 രൂപ മാർക്കറ്റ്. ഇപ്പം വില കുറവാണ് സാധനങ്ങൾ. അതുപോലെ ഈ മാർക്കറ്റിൽ നിന്ന് ആൾക്കാർ വരുന്നില്ല. ഇപ്പം ഈ ഓടയെല്ലാം പൊളിച്ചിട്ടിങ്ങനെ ആരും ഇവിടെ വന്ന് സാധനങ്ങൾ വാങ്ങിക്കുന്നില്ല. ഈ മഴ കെടുതിയാണ്ട് ആരും വരാൻ ബുദ്ധിമുട്ടാണ് എല്ലാവരും. അതുകൊണ്ട് ഇപ്പം വളരെ കച്ചവടം കുറവാണ്. നിലവിൽ പച്ചക്കറികൾക്ക് മാത്രമല്ല മത്സ്യങ്ങൾക്കും വിലവർധന ഉണ്ടായിട്ടുണ്ട്. മത്സ്യങ്ങളുടെ വിലക്കയറ്റം മൂലം മാർക്കറ്റിൽ ഉണക്ക മത്സ്യങ്ങൾക്കും വിലക്കയറ്റം സംഭവിച്ചു. വിലക്കയറ്റം മൂലം കച്ചവടക്കാരും ഏറെ ബുദ്ധിമുട്ടിയിരുന്നു. വിലവർധന കാരണം പച്ചക്കറി വാങ്ങാൻ ആളുകൾ വരാത്തതും
വില കൂടിയ പച്ചക്കറികൾ വിറ്റുപോകാത്തതും കച്ചവടക്കാരെ ബുദ്ധിമുട്ടിലാക്കി. ഫ്ലവർ ഇങ്ങനെയുള്ള സാധനങ്ങൾ, അതായത് മഴ കെടുതിയാണ്ട് മോശമായിട്ടാണ് പറഞ്ഞത്, അഴുകി സാധനങ്ങൾ മോശമായിട്ട് പറഞ്ഞു അഴുകിയൊക്കെ. അപ്പോൾ അതുകൊണ്ട് ആ സാധനങ്ങൾ ഇപ്പോൾ വില കൂടുതലാണ്, നല്ലത് കിട്ടുന്നില്ല നമുക്ക്. ഇവിടെ വരുമ്പം അഴുകി വേസ്റ്റായിട്ടാണ് പറഞ്ഞത്, സാധനം വില കൂടുതലാണ്. ഒരു 1200 1400 വിലയാണ് ഫ്ലവറിൻ്റെ വില. അത് 80 അപ്പുറത്ത് ഇവിടെ ആവുകയാണ് വില. നമ്മൾ ഒരു ചാക്കെടുത്ത് വിൽക്കുമ്പോൾ അതിൽ എല്ലാം വേസ്റ്റ് ഒരുപാട് പോകും. മഴയൊക്കെ കണ്ട് അഴുകിയൊക്കെയാണ് പറഞ്ഞ സാധനങ്ങൾ. ഇപ്പോൾ കച്ചവടക്കാർക്കും ഇടത്തരം കുടുംബങ്ങൾക്കും ഒന്ന് ആശ്വസിക്കാനുള്ള വകയായി. M5 ന്യൂസ്, തിരുവനന്തപുരം.